ഭീകരവാദത്തിന് മതമില്ല എന്ന വാദത്തെ ഞാനും പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. എന്നാൽ അതേസമയം ഭീകരവാദത്തിന് ഒരു രാഷ്ട്രത്തിൻ്റെ രൂപമുണ്ട് എന്നതാണ് എൻ്റെ ടേക്ക്. 3 കാര്യങ്ങൾ പറയാം. 1, ഭീകരവാദത്തിന് ഒരു രാഷ്ട്രരൂപമുണ്ട്. നമുക്കത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിൽ നിന്നാണ്. 2, ഭീകരവാദത്തിന് നിലവിൽ പഹൽഗാമിൽ സംഭവിച്ചതടക്കം മതമുണ്ട് എന്ന വ്യാഖ്യാനം അത് അത്ര ശരിയല്ല. അതിനെ ഞാൻ വിമർശനത്തോടു കൂടിയാണ് ഉൾക്കൊള്ളുന്നത്. 3ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഒരു വലിയ സുരക്ഷാ വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം പോലും ഇപ്പോൾ ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ്. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കൂടി പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നു. ഇതിൽ ആദ്യത്തെ ഭാഗത്തേക്ക് എത്തിയാൽ, ഭീകരവാദത്തിന് ഒരു രാഷ്ട്രമുണ്ട്. പഹൽഗാമിൽ നടന്നിരിക്കുന്ന സംഭവത്തിന് പാകിസ്ഥാനുമായി എന്ന രാജ്യത്തിൻ്റെ ഔദ്യോഗിക തീരുമാനവുമായി അഥവാ അവിടുത്തെ സൈന്യവുമായി ബന്ധമുണ്ട് എന്നതിനെ നേരിട്ട് ബന്ധിപ്പിക്കാവുന്ന ചില തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനെതിരെയുള്ള നീക്കത്തെ നമ്മൾ ഒറ്റക്കെട്ടായി തന്നെ പിന്തുണയ്ക്കണം. യൂണിയൻ സർക്കാരിൻ്റെ ഏതു തീരുമാനത്തെയും ആ അർത്ഥത്തിൽ നമ്മൾ പിന്തുണയ്ക്കുകയാണ് ചെയ്യുക. എന്തുകൊണ്ടാണ് പാകിസ്ഥാന് പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധമുണ്ടെന്ന് പറയാനുള്ള കാരണം? 4-5 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. നമ്പർ 1, ആദ്യത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ സംഭവത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്ന ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടന, ആ സംഘടനയുടെ തലപ്പത്തേക്ക് വന്നയാളും ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടനയെ മോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, മെൻറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നയാളും ലഷ്കർ ഇ തോയ്ബയുടെ ഡെപ്യൂട്ടി കമാൻഡറായ ഖസൂരിയാണ്, സെയ്ഫുള്ള ഖസൂരിയാണ് എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ലിങ്ക്. ഈ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന സംഘടന 2019 കാശ്മീരിലെ ഈ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷം അവിടെയുള്ള ഡെമോഗ്രാഫിക് എഞ്ചിനീയറിംഗ് എന്നുള്ളത് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ആക്രമണം നടത്തുന്നത്. അവിടെ കശ്മീരികളല്ലാത്ത 85,000-ഓളം മനുഷ്യർക്ക്, കശ്മീരിന് പുറത്തുനിന്ന് വന്നവർക്ക് കശ്മീരിൽ സ്ഥലം അനുവദിച്ചു. അതിനെതിരെയാണ് ഞങ്ങളുടെ പോരാട്ടം എന്നതാണ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇറക്കിയിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇത് യഥാർത്ഥത്തിൽ ആരുടെ വാദമാണ്? ഇത് പാകിസ്ഥാൻ്റെ വാദമാണ്. അതായത് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന ലഷ്കർ ഇ തോയ്ബയുടെ അനുകൂല സംഘടനയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ, ഇതുമായി ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ ഡീകോഡ് ചെയ്യുമ്പോൾ, എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ കിട്ടിയിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത്, ഈ ഡെമോഗ്രാഫിക് എഞ്ചിനീയറിംഗ് 2019 ശേഷം 85,000-ലധികം കാശ്മീർ ഇതര ഇന്ത്യക്കാർ കാശ്മീരിൽ പോയി സ്ഥലം വാങ്ങി അവിടെ താമസിക്കുന്നു എന്നുള്ളത് ഒരു വലിയ അപലപനീയ വിഷയമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അതിനെതിരെയുള്ള മറുപടി എന്ന് പറയുമ്പോൾ അത് പാകിസ്ഥാൻ്റെ വാദമായി വേണം മനസ്സിലാക്കാൻ. പാകിസ്ഥാൻ ഇതേ വാദം തന്നെയാണ് ഉയർത്തുന്നത്. ലഷ്കർ ഇ തോയ്ബ ഇതേ വാദം തന്നെയാണ് ഉയർത്തിയത്. ഇതേ വാദം തന്നെയാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ടും ഉയർത്തുന്നത്. രണ്ടാമത്തത്, ഇതിന് നേതൃത്വം നൽകിയ, ഇപ്പോൾ നമ്മൾ മുഖ്യ ആസൂത്രകൻ എന്ന് സംശയിക്കുന്ന പാകിസ്ഥാനിലെ കൊടും ഭീകരനായ സെയ്ഫുള്ള ഖസൂരി ഈ ഹഫീസ് സെയ്ദിൻ്റെ ആത്മമിത്രമാണ്. ഹഫീസ് സെയ്ദിനെ പ്രേക്ഷകർക്കറിയാം. ഹഫീസ് സെയ്ദ്, കൊടും ഭീകരനായ ഹഫീസ് സെയ്ദിൻ്റെ ജമാഅത്തെ ഉദ്ദവ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുടെ രാഷ്ട്രീയ രൂപമായ മില്ലി മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ പ്രസിഡന്റാണ് ഇപ്പോൾ ഇന്ത്യ ഇതിൻ്റെ മുഖ്യ ആസൂത്രകൻ എന്ന് സംശയിക്കുന്ന ഖസൂരി. പാകിസ്ഥാൻ്റെ പഞ്ചാബ് പ്രവിശ്യയിൽ പോയി, അബോട്ടാബാദിൽ പോയി, പെഷവാറിൽ പോയി, റാവൽപിണ്ടിയിൽ പോയി സംസാരിച്ചതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പല സാമൂഹ്യ മാധ്യമങ്ങളിലും ആ പ്രസംഗങ്ങൾ പ്രചരിക്കുന്നുണ്ട്. എവിടെയാ പ്രസംഗിക്കുന്നത് ഖസൂരി? ലഷ്കർ ഇ തോയ്ബയുടെ ഡെപ്യൂട്ടി കമാൻഡന്റ്, ഈ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിൻ്റെ മെൻറ്റർ ആയിരിക്കുന്ന ഖസൂരി എന്ന് പറയുന്ന സെയ്ഫുള്ള ഖസൂരി പഞ്ചാബിൽ നടത്തിയ പ്രസംഗത്തിൽ പറയുന്ന വാചകം ഇതാണ്: 2026 ഫെബ്രുവരി 2-ാം തീയതി ആകുമ്പോഴേക്കും കാശ്മീരിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കി മാറ്റും എന്ന വളരെ പ്രകോപനപരമായ പ്രസംഗം പറയുന്നുണ്ട്. ആ ചടങ്ങ് സംഘടിപ്പിച്ചത് ആരാണ്? പാകിസ്ഥാൻ മിലിറ്ററി. അതിന് പിന്തുണ നൽകിയത് ആരാണ്? ISI. സംസാരിച്ചത് ആരാണ്? ലഷ്കർ ഇ തോയ്ബയുടെ ഡെപ്യൂട്ടി കമാൻഡർ. ഈ ലഷ്കർ ഇ തോയ്ബയുടെ ഡെപ്യൂട്ടി കമാൻഡറായ ഈ ഖസൂരിയാണ് ഇവിടേക്ക് തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്ന സംഘത്തിൻ്റെ തലവൻ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം, 1, സംഘടന ദ റെസിസ്റ്റൻസ് ഫ്രണ്ട്, 2, ഖസൂരി എന്ന സെയ്ഫുള്ള ഖസൂരി എന്ന ഹാഫീസ് സെയ്ദിൻ്റെ ആത്മമിത്രം ലഷ്കർ ഇ തോയ്ബയുടെ ഡെപ്യൂട്ടി കമാൻഡറിൻ്റെ സാന്നിധ്യം. 3ാമത്തെ പ്രധാനപ്പെട്ട ഘടകം, ഫോറൻസിക് എക്സ്പേർട്സും സുരക്ഷാ ജീവനക്കാരും പറയുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിലവിൽ ഈ ഭീകരവാദികൾ 3 പേരുടെ ചിത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇവർ കൊണ്ടുവന്ന ആയുധങ്ങൾ എന്ന് പറയുന്നത് മിലിറ്ററി ഗ്രേഡിലുള്ള ആയുധങ്ങളാണ് എന്നാണ് പറയുന്നത്. സേന ഉപയോഗിക്കുന്ന തരത്തിലുള്ള മെഷീൻ ഗണ്ണുമായിട്ടാണ്, AK-47 തോക്കുമായിട്ടാണ് അവർ വന്നത് എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം, പോയിന്റ് നമ്പർ 4 എന്ന് പറയുന്നത്, ഇവർ ഈ ആയുധങ്ങൾ ഉപയോഗിച്ച രീതി എന്ന് പറയുന്നത് ഇവർക്കൊരു ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെന്നും ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെയും തെളിവായി പറയപ്പെടുന്ന 4ാമത്തെ ഘടകം. അതായത് വളരെ കൃത്യമായി ഇത്തരം മിലിറ്ററി ബേസിൽ നിന്നുള്ള ട്രെയിനിങ് ലഭിച്ചവരെ പോലെ തന്നെയാണ് ഇവരെ വെടിവെച്ചത് എന്നുള്ളതാണ്. ഒരു തവണ പോലും കൈവിറയ്ക്കാതെ കൃത്യമായി പോയി പോയിന്റ് ബ്ലാങ്കിൽ നിറയൊഴിച്ച ഇവരുടെ ആ ആസൂത്രണവും ആ എക്സിക്യൂഷനും എന്ന് പറയുന്നത് ഒരു മിലിറ്റൻസി സ്റ്റൈലിലായിരുന്നു. ട്രെയിൻഡ് മിലിറ്റന്റിൻ്റെ എല്ലാ സ്വഭാവവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 5ാമത്തെ പ്രധാനപ്പെട്ട ഘടകം, മുസഫറാബാദിലും കറാച്ചിയിലുമായി ഇവരുടെ ഡിജിറ്റൽ ഫുട് പ്രിന്റുകൾ ഇതിനകം
ഇതിനകം തന്നെ ഫോറൻസിക് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പാകിസ്ഥാനിലാണ് വേരുകൾ ഈ പറയുന്ന ഭീകരവാദികളുടേത് എന്നുള്ളതിൽ ഡിജിറ്റൽ ഫുട് പ്രിന്റുകൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഈ വിഷയങ്ങളോട് പാകിസ്ഥാൻ പ്രതിരോധ വകുപ്പ് മന്ത്രി പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിലവിൽ ലഷ്കർ ഇ തോയ്ബയുടെ ഉപവിഭാഗമായ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഇത് ഏറ്റെടുക്കുമ്പോൾ അതിന് പുറത്തു നിന്നുള്ള സഹായം കിട്ടുന്നത് എത്രത്തോളമുണ്ട് എന്നതിനെക്കുറിച്ചുള്ള പ്രാദേശിക നേതാക്കളുടെ പ്രതികരണങ്ങളും വരുന്നുണ്ട്. ആ അർത്ഥത്തിലൊക്കെ നോക്കുമ്പോൾ ഭീകരവാദത്തിന് മതമല്ല, ഭീകരവാദത്തിന് രാഷ്ട്രമുണ്ട്. നിലവിൽ പഹൽഗാം വിഷയത്തിലും പാകിസ്ഥാൻ പ്രതിരോധത്തിലാണ്. ആ അർത്ഥത്തിൽ പാകിസ്ഥാനിലേക്ക് തന്നെയാണ് എല്ലാ വിരലുകളും ചൂണ്ടുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇതിൻ്റെ ഒരു സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് പാകിസ്ഥാൻ ഇതിൽ ഇൻവോൾവ്മെന്റ് നമ്മൾ മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തഹാവൂർ റാണയെ നമ്മളിപ്പോൾ തിഹാർ ജയിലിൽ അടച്ചിരിക്കുകയാണ്. NIA ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തഹാവൂർ റാണ ആരാണ്? പാകിസ്ഥാന്റെ ക്യാപ്റ്റൻ ആയിരുന്നു, പാകിസ്ഥാന്റെ മിലിറ്ററിയുടെ ഡോക്ടറായിരുന്നു. ഈ തഹാവൂർ റാണ അവിടെ നിന്നാണ് കാനഡയിലേക്ക് പോകുന്നത്. തഹാവൂർ റാണയാണ് 2008 മുംബൈ അറ്റാക്കിൻ്റെ മാസ്റ്റർ മൈൻഡ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാസ്റ്റർ മൈൻഡ് ആയിട്ടുള്ളത് ഈ തഹാവൂർ റാണയാണ്. ആ തഹാവൂർ റാണ എന്ന പാകിസ്ഥാന്റെ മുൻ ക്യാപ്റ്റൻ ഇന്ന് ഇന്ത്യൻ ജയിലിലാണ്. ഈ തഹാവൂർ റാണയ്ക്ക് ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധമുണ്ട്. ലഷ്കർ ഇ തോയ്ബയുടെ അംഗം കൂടിയായിരുന്നു ഈ പാകിസ്ഥാൻ ക്യാപ്റ്റനായിരുന്ന തഹാവൂർ റാണ. അപ്പോൾ തഹാവൂർ റാണയെ നമ്മൾ അമേരിക്കയിൽ നിന്ന് കടത്തി ഇന്ത്യയിൽ എത്തിച്ച് ഇന്ത്യൻ ജയിലിൽ അടച്ചിരിക്കുന്നു എന്നുള്ളതാണ് പെട്ടെന്നുണ്ടാവുന്ന മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ നോക്കൂ, ഈ തെരഞ്ഞെടുത്തിരിക്കുന്ന സാഹചര്യം എന്താ, സമയം എന്താ? പ്രധാനമന്ത്രി സൗദിയിലേക്ക് പോയ സമയത്താണ്. പ്രധാനമന്ത്രി സൗദിയിൽ വിസിറ്റിന് പോകുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ളൊരു പ്രധാനമന്ത്രി 40 വർഷത്തിനു ശേഷം സൗദിയിൽ ഇത്തരത്തിലൊരു സന്ദർശനം നടത്തുമ്പോൾ സൗദി പാകിസ്ഥാന്റെ എല്ലാ ഭീകരാക്രമണത്തെയും ശക്തമായി പ്രതിരോധിക്കുന്ന രാഷ്ട്രമാണ്. ഇപ്പോൾ അടുത്തിടെയായി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ ശക്തമായ ഭാഷയിൽ അപലപിക്കുന്ന രാജ്യമായി സൗദി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൗദിയുമായിട്ട് ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുന്നത് പാകിസ്ഥാൻ ഇഷ്ടമല്ലാത്ത സാഹചര്യം ആ സമയം നോക്കി സ്ട്രൈക്ക് ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, JD വാൻസ് നമ്മളുടെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്ന വേളയിലാണ് 2000 ഇതേ സംഭവം തന്നെയാണ് നടന്നത്. 2000 എന്താ, ലഷ്കർ ഇ തോയ്ബയെ എന്ന് അറ്റാക്ക് ചെയ്യുന്നത് ഈ ചിത്തിസിംഗ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ അറ്റാക്ക്, 35ഓളം സിഖുകാരെ കൊലപ്പെടുത്തുന്നത് 2000 അന്ന് ബിൽ ക്ലിന്റൺ ഇന്ത്യയിൽ വരുന്ന സമയത്താണ്. അന്തർദേശീയ മാധ്യമങ്ങളിൽ തലക്കെട്ടാകാൻ വേണ്ടിയുള്ള പാകിസ്ഥാന്റെ കൂർമ്മ ബുദ്ധി ഈ സമയം തിരഞ്ഞെടുത്തതിലും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കിട്ടിയൊരു വാർത്ത, ഈ പെൽഗാം ആക്രമണത്തിൽ ഈ ഭീകരരെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ. ഇപ്പോൾ കുൽഗാമിൽ വലിയ ആക്രമണം, വലിയ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ TRFന്റെ ടോപ്പ് കമാൻഡറെ സൈന്യം കോർഡൺ ചെയ്തിരിക്കുന്നു എന്നതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് ഈ സമയം തിരഞ്ഞെടുക്കുന്നത്? കാരണം ആ പഹൽഗാമിൽ മാത്രം 2000-ഓളം ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നോക്കൂ, കോവിഡിന് ശേഷം 5 ലക്ഷമായിരുന്ന ടൂറിസ്റ്റ് ഇൻഫ്ലക്സ് 27 ലക്ഷമായിട്ട് കുതിച്ചുയരുകയാണ്. എന്ന് പറഞ്ഞാൽ 2019 ശേഷം കാശ്മീർ താഴ്വരയിലേക്ക് ടൂറിസ്റ്റുകളുടെ സഞ്ചാരമാണ്. പഹൽഗാമിലൊന്നും കഴിഞ്ഞ 2 ദശകങ്ങളായി ഇത്തരത്തിലൊരു ഭീകരാക്രമണവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വളരെ സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെ സുരക്ഷയും കുറവായിരുന്നു എന്നുള്ളതാണ് കൗതുകകരമായ ഒരു കാര്യം. അപ്പോൾ ചുരുക്കത്തിൽ അവിടെ നോർമൽസിയിലേക്ക് കാശ്മീർ താഴ്വര വരുന്നു, സാധാരണ നിലയിലേക്ക് കാശ്മീർ താഴ്വര വരുന്നു. രാജ്യത്തിൻ്റെയും വിദേശത്തു നിന്നുമുള്ള വിനോദസഞ്ചാരികൾ കാശ്മീരിലേക്ക് വരുന്നു. കാശ്മീരിലെ ജനങ്ങൾ സന്തുഷ്ടരാവുന്നു. കാശ്മീരിലെ ജനങ്ങൾ സന്തുഷ്ടരാവുമ്പോൾ പാകിസ്ഥാൻ അസന്തുഷ്ടി പ്രകടിപ്പിക്കുന്നു. ആ അസന്തുഷ്ടിയാണ് ലഷ്കർ ഇ തോയ്ബയിലൂടെ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയിലൂടെ പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാൻ തന്നെയാണ് ഈ പഹൽഗാമിലെ ആക്രമണത്തിന്റെ ഉത്തരവാദി എന്നതിലേക്കാണ് ഈ തെളിവുകളെല്ലാം വിരൽ ചൂണ്ടുന്നത്. രണ്ടാമത്തെ ഒരു ഭാഗം, എന്നാൽ നമ്മളിപ്പോൾ തെറ്റായൊരു വ്യാഖ്യാനം കൊണ്ടുവരുന്നുണ്ട്. ആ വ്യാഖ്യാനമാണ് ഇത് മതത്തിന്റെ പേരിലുള്ള ഭീകരാക്രമണമാണ് എന്ന് നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല. കാരണം എന്താ, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെ നടത്തുന്ന ഈ പ്രോക്സി വാറിൽ മതത്തെ ഉപകരണമാക്കുകയാണ്, ടൂളാക്കുകയാണ് ചെയ്തത്. അത് നമ്മൾ തിരിച്ചറിയാതെ പോയാൽ തീവ്രവാദികൾ വിജയിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പേര് വളരെ പ്രധാനപ്പെട്ടതായി തീരുന്നത്. എന്താണ് ആ പേര്? ഒരിക്കൽ കൂടിയല്ല, പലതവണ നമ്മൾ ആ പേര് പറയണം. സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ. ഒരു പോണിവാലയായിരുന്നു അദ്ദേഹം പഹൽഗാമിൽ ഇതേപോലെ കുതിരസവാരിക്കാരനായി അവിടെ എത്തുന്ന സാധാരണ സഞ്ചാരികളെ ഈ ബസാർവാലിയിലേക്ക് കൊണ്ടുപോവുകയും തിരിച്ചും കൊണ്ടുവരുന്ന മനുഷ്യരായിരുന്നു. നേരത്തെ സ്മൃതി ഇത് വിശദീകരിച്ചു. അവിടെ പേരറിയാത്ത തൻ്റെ സഞ്ചാരിയെ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം കാശ്മീരി ആയിരുന്നിട്ടും കലിമ ചൊല്ലാൻ അറിയാമായിരുന്നിട്ടും സയ്യിദ് ആദിൽ എന്താ ചെയ്തത്? സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ ആ ഭീകരവാദിയുടെ കയ്യിലിരുന്ന റൈഫിൾ പിടിച്ചു മാറ്റാനാണ് ശ്രമിച്ചത്. അതിൽ ഏറെക്കുറെ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴേക്കും തൊട്ടടുത്തു നിന്ന ഭീകരന്റെ വെടിയേറ്റ് ഈ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന കാശ്മീരി താഴെ വീഴുകയാണ് ചെയ്തത്. ആ സയ്യിദ് ആദിൽ ഹുസൈൻ്റെ രക്തസാക്ഷിത്വത്തിന് നമ്മൾ എന്തു പറയും? ഇത് ആർക്കെതിരെയുള്ള പോരാട്ടമാണ്? മാനവികതയ്ക്കെതിരെ, ഇന്ത്യക്കെതിരെ. പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഭീകരവാദികൾ മതത്തെ ടൂളാക്കി ഉപയോഗിച്ച് നടത്തുന്ന ഭീകരവാദം ഇന്നു തന്നെ നമുക്ക് ആവർത്തിച്ചു പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, മാത്രവുമല്ല നേരത്തെ പല്ലവിയുടെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ആവർത്തിച്ചു. ബിസ്മില്ല ചൊല്ലിക്കൊണ്ട് 3 കാശ്മീരി യുവാക്കൾ തങ്ങളെ രക്ഷിക്കാൻ വന്ന കഥ പല്ലവി പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ യുദ്ധം എന്ന് പറയുന്നത്
ഒരു പ്രോക്സി വാറാണ്. ആ പ്രോക്സി വാറിൽ മതത്തെ ടൂളാക്കിക്കൊണ്ടുള്ള ഭീകരവാദികളുടെ ഈ ആക്രമണത്തിന് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ: സമാധാനത്തോട് ജീവിക്കുന്ന ഹിന്ദു മുസ്ലിം സൗഹൃദത്തെ തകർത്താൽ ഇന്ത്യയെ തകർക്കാൻ കഴിയും, അതല്ലാത്ത പക്ഷം ഇന്ത്യയെ ഒരാ ശക്തിക്കും തകർക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ് ഇത് റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയെ സിവിലിയൻസിന് നേരെ തിരിയാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. അതുവഴി ഒരു ഡിവൈഡാണ് അവർ ലക്ഷ്യമിടുന്നത്. പക്ഷേ നമ്മൾ ആ ഡിവൈഡിന് നിന്നു കൊടുക്കില്ല എന്നതാണ് ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇനി ഇതിലൊരു സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടോ എന്നുള്ളതാണ്. അതിപ്പോൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലെങ്കിൽ കൂടി രണ്ടേ രണ്ട് ചോദ്യങ്ങൾ മാത്രമേ എനിക്കുള്ളൂ. ഒന്ന്, പുൽവാമ അറ്റാക്ക് നടക്കുന്ന സമയത്ത് ബോർഡറിൽ നിന്ന് 80 കിലോമീറ്റർ അകലെയായിരുന്നു. അവിടെ ഹൈവേയിൽ ട്രക്കിൽ ഈ വെടിമരുന്ന് നിറച്ച വാഹനം കിടന്നത് എന്തുകൊണ്ട് ഇന്റലിജൻസ് സംവിധാനം അറിഞ്ഞില്ല എന്നൊരു ചോദ്യം അന്ന് ചോദിച്ചിരുന്നു. സത്യപാൽ മാലിക് എന്നൊരു ഗവർണറുടെ ചോദ്യം ഇപ്പോഴും നമ്മുടെ കാതിൽ മുഴങ്ങുന്നുണ്ട്. ഇപ്പോൾ ഈ അപകടം നടന്നിരിക്കുന്ന ഈ പഹൽഗാം എന്ന് പറയുന്നത് അതിർത്തിയിൽ നിന്ന് ഏകദേശം 200ഓളം കിലോമീറ്റർ ഉള്ളിൽ കിടക്കുന്ന പ്രദേശമാണ്. എന്തുകൊണ്ട് ഇത്രയും നാളായി ഭീകരവാദികൾ നുഴഞ്ഞു കയറി വന്നിട്ടും 2.5 ലക്ഷത്തോളം നമ്മുടെ ധീര സൈനികർ കാവൽ നിൽക്കുമ്പോഴും നമുക്ക് ഈ വിവരം അറിയാൻ കഴിയാതെ പോയി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടി അവിടെയുണ്ട്. 2000ഓളം പഹൽഗാമിലെത്തുന്ന തീർത്ഥാടകർക്ക് അല്ലെങ്കിൽ അവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് എന്തു സൗകര്യവും സുരക്ഷയുമാണ് ഒരുക്കി കൊടുത്തത് എന്ന ചോദ്യവും വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ സാധാരണ ജമ്മു കാശ്മീർ പോലീസിന്റെ സേവനമല്ലാതെ മറ്റാരുടെ സേവനവും ഈ പറയുന്ന വാലിയിൽ ഉടനീളം ഉണ്ടായിരുന്നില്ല എന്നതാണ് അവിടെയുള്ള ദൃക്സാക്ഷികൾ പറയുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ സെക്യൂരിറ്റി ലാബ്സസ് കൂടി ഇനി വരും ദിനങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ടേക്ക് ഇതാണ്: ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി തന്നെ ഈ നിമിഷം നമ്മൾ സർക്കാരിനോടൊപ്പം നിൽക്കുന്നു. ഈ വിമർശനങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിൽ പോലും ഈ നിമിഷം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന രാജ്യം ഒരൊറ്റക്കെട്ടായി ഒരൊറ്റ മനസ്സോടെ ഭീകരവാദത്തിൻ്റെ രാഷ്ട്രരൂപമായ ഒരു രാഷ്ട്രത്തെ നമ്മൾ നേരിടുക എന്നതാണ്. ഒറ്റ ശബ്ദമായി ഇന്ത്യ നിൽക്കുക എന്നുള്ളതാണ്. സയ്യിദിൻ്റെയും ഈ പറയുന്ന രാമചന്ദ്രൻ്റെയും പല്ലവിയുടെയും ഹിമാൻഷി എന്ന് പറയുന്ന പെൺകുട്ടിയുടെയും ഒന്നും നഷ്ടങ്ങളെ നമുക്ക് ലഘൂകരിച്ച് കാണാനേ കഴിയില്ല എന്നുള്ളതാണ്. രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഈ സർക്കാരിന് ഒപ്പം തന്നെ നമ്മൾ നിൽക്കുന്നു. പാകിസ്ഥാനെതിരെ എടുക്കുന്ന ഏത് തീരുമാനത്തെയും നമ്മൾ ആ അർത്ഥത്തിൽ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. Meet the editors.